കുറഞ്ഞ വണ്ടി വന്നിട്ടുണ്ട് വെറും 15,000 രൂപ ഡൗൺ പേയ്മെന്റ് അല്ല. സ്കിപ്പ് റെഡി ക്യാഷ് 15,000 രൂപ ഒരു വണ്ടി ഉണ്ട്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 38,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 28,000 രൂപയ്ക്ക് എഫ്സിയുടെ വെർഷൻ 2 എന്ന് പറഞ്ഞ മോഡൽ വണ്ടി. 28,000 രൂപയ്ക്ക് തിളങ്ങുന്ന എഫ്സി ഉണ്ട്. നല്ല വണ്ടിയാണ്. എല്ലാ കണ്ടീഷനും കഴിഞ്ഞ് സെറ്റ് ആക്കി വന്നേക്കടെ. പോളിഷിംഗ് എല്ലാം കഴിഞ്ഞു, വാഷിംഗ് കഴിഞ്ഞല്ലേ. 28,000 രൂപയ്ക്ക് കൊടുക്കാം. 28,000 രൂപയ്ക്ക് നമുക്ക് ഒരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 50,000 രൂപയ്ക്ക് R15. വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട്, ടയർ മോശം, ബ്രേക്ക് കുറവ്, മിറർ, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യും. ഓയിൽ ചേഞ്ചും ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. 27 രൂപയ്ക്കും കൊടുക്കാൻ പറ്റും. നല്ല ക്ലീൻ വണ്ടിയാണ്. 27,000 മോഡൽ പ്ലഷറാണ്. ഏകദേശം 25,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഡിയോ കുറെ വണ്ടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. മൈലേജ് ചാമ്പ്യൻസ് ആണ്. ഈ വണ്ടി നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് 35,000 രൂപ കൊടുക്കാം. വണ്ടി നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റില്ല, നിറഞ്ഞ വണ്ടികളാണ്. ഇഷ്ടംപോലെ വണ്ടികളും സ്കൂട്ടേഴ്സും മൈലേജ് വണ്ടികളും എല്ലാം ഉണ്ട് അല്ലേ. എവിടെ ഉള്ളതെന്ന് പറയണ്ടേ? എറണാകുളത്താണ്. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ നോക്കിയാൽ 550 ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ബൈക്ക് മാർട്ട് എന്ന ഷോപ്പുള്ളത്. ഇപ്പൊ നേരത്തെ മെട്രോയുടെ വർക്ക് കാരണമൊക്കെ കുറച്ചൊക്കെ ഓപ്പൺ അല്ലായിരുന്നു. ഏകദേശം ഫുൾ ഓപ്പൺ ആയില്ലെങ്കിലും ഇപ്പൊ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നേരത്തെ മറച്ചു വെച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പൊ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സ്റ്റോക്കുകളെല്ലാം ഉണ്ട്. നേരത്തെ സ്റ്റോക്കുകളുണ്ട്. വണ്ടികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. സ്കൂട്ടറുകളും ബൈക്കുകളും അതേപോലെ തന്നെ ബുള്ളറ്റുകളെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലോണിലൂടെ വണ്ടി എടുക്കാം. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് സിബിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ലോൺ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈ വണ്ടി നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനും നിങ്ങളുടെ വണ്ടി സെയിൽ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി വാങ്ങാനും പറ്റും എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു പ്രത്യേകത. പിന്നെ ലോണിലൂടെ കിട്ടും. ലോണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോൺ കിട്ടുന്നതിനും തടസ്സങ്ങളൊന്നുമില്ല. കാസർഗോഡ്, വയനാടൊക്കെ ലാൻഡ് ടാക്സിന്റെ കോപ്പി, ചെക്ക് ലീഫ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ. ഞാൻ ചോദിക്കാൻ കാരണം ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കാസർഗോഡാണ് കിട്ടുന്നില്ല എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റുണ്ടെങ്കിൽ കുറച്ച് ഡിലേ വരും. ഒരാഴ്ച വരെ ഡിലേ വരുന്നുണ്ട്. നമുക്ക് ലോൺ കിട്ടും. ലോൺ കിട്ടാതിരിക്കില്ല. വണ്ടി വന്ന് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ ടോക്കൺ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോണിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തിനുള്ളിൽ കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏകദേശം എത്ര വർഷം ഈ ഒരു ഫീൽഡിൽ അത് എടുക്കാൻ ചോദിക്കാറുണ്ട്. എന്നാലും ഒന്നുകൂടി ചോദിച്ചത് നമ്മൾക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു കണക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഷോപ്പായിട്ട് ഇവിടെ ഉണ്ടായിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമായി. അതിന് മുമ്പ് നമുക്ക് നമ്മളിവിടെ ഈ ജംഗ്ഷനിൽ തന്നെയായിരുന്നു, ഹീറോയുടെ ഷോറൂമിൽ തന്നെയായിരുന്നു. ഏകദേശം വണ്ടി പ്രസ്ഥാനത്തിൽ ആശ്രയിക്ക് എത്ര ആൾ പരിചയം ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്? 30 വർഷത്തെ പരിചയം. ഏകദേശം 30 വർഷത്തോളം പരിചയമുള്ള ആളായതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വണ്ടി എടുക്കാം. അതാണ് ഉദ്ദേശിച്ചത്. ഉറപ്പായിട്ടും. അതായത് മൂവാറ്റുപുഴ ആളുടെ സ്വദേശമെങ്കിലും രണ്ടാമത്തെ ഹോം ഇപ്പൊ ഇവിടെയാണ്. ഫസ്റ്റ് ഹോം ഇതെന്ന് പറയാൻ പറ്റുമോ? വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ 30 വർഷമായിട്ട് ഇവിടെ നമുക്ക് അന്വേഷിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അജാസിന്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടി എടുക്കുന്നുണ്ട്. പല ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നൊക്കെ അന്ന് നമ്മൾ പണ്ട് കണ്ടാറുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പൊ വിളിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ വണ്ടികൾ എടുക്കാൻ കുറെ അധികം ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അജാസിന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ പലരും പറയാറുണ്ട്, കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടി തരുമ്പോൾ അതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ തന്നെയാണ് അതെല്ലാം വണ്ടിയുടെ വിലയിൽ ഇൻക്ലൂഡിങ് ആണ്. അല്ലാതെ വേറെ അഡീഷണൽ ചാർജസ് ഒന്നും വരുന്നില്ല. അപ്പൊ പിന്നെ വണ്ടി ഇടിക്കാത്ത എന്തെങ്കിലും ചെല്ലാനോ ഫൈനോ കാര്യങ്ങൾ, ഇൻഷുറൻസ് ഇല്ലായ്ക, അങ്ങനെ എന്തെങ്കിലും പേപ്പർ ഭാഗങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എല്ലാം ഇവിടെ നിന്ന് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം റെഡിയാക്കിയിട്ടാണ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടാണ് തരുന്നത്. പിന്നെ വണ്ടി നിങ്ങൾ നോക്കുക, വണ്ടി ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. അത് എടുക്കുക. നമ്മുടെ വണ്ടിയുടെ വിലയും കാര്യങ്ങളും പറയാനായിട്ട് നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും നമുക്ക് ഈ വീഡിയോയിൽ പറയുന്ന വിലയിലേക്കായി കൂടുതലാണ് അവർ ചോദിക്കണമെങ്കിൽ നിങ്ങൾ പറയുക. വീഡിയോ കണ്ടിട്ട് വന്നതാണ്. വീഡിയോ കാണിച്ചു കൊടുക്കണ്ട. വീഡിയോ കണ്ടിട്ട് വന്നങ്ങനെയാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിലയാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ആ വിലയ്ക്ക് തരും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാനും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. നമുക്ക് വണ്ടി പരിചയപ്പെടാം. ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ഉണ്ട്. എപ്പോൾ വന്നാലും ഏകദേശം ഒരു 10, 50, 60 സ്കൂട്ടേഴ്സ് നമ്മുടെ സ്റ്റോക്ക് വരാറുണ്ടല്ലേ. അപ്പൊ നമുക്ക് ആ ഫോൺ അങ്ങോട്ട് കൊടുത്തേക്ക് കോൾ വന്നിട്ടിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ ഒന്ന് ഫാസിനോ 2000 ഏതായിരിക്കും മോഡൽ? 2021 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ ഫാസിനോയാണ്. ബ്ലൂ കോർ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി, ബ്ലാക്ക് കളർ വണ്ടി. 21 മോഡൽ ഇതാണെങ്കിൽ വെറും 62,000 രൂപയ്ക്ക് കൊടുക്കാം. നമ്മളിവിടെ ചോദിക്കുന്ന വില 65 ആണ്. അപ്പൊ ആജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഒരു 62,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 62,000 ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് 15 രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. ഇപ്പൊ കുറച്ച് ഫിനാൻസ് കമ്പനി
കുറച്ച് ടഫാണ്. അതുകൊണ്ട് സിബിൽ സ്കോറും കാര്യങ്ങളും എല്ലാം പക്കയാണെങ്കിൽ മാത്രം ലോൺ കയറും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കൂടുതൽ അടക്കാൻ ശ്രമിക്കുക, അടയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ഈ ഫാസിനോ ഏതൊക്കെ? ഇതാകുമ്പോൾ ഫാസിനോയാണ് 2024 മോഡൽ ഹൈബ്രിഡ് ആണ്. പിന്നെ അലോയ് വീൽ വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടി, നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. 2024 ഹൈബ്രിഡ് വണ്ടി, 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്, 78,000 രൂപ. അടുത്ത എൻഡോർക്ക് 2021 മോഡൽ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഫ്രണ്ടിലത്തെ ടയർ മോശമാണ്, ടയർ പുതിയ ഇട്ട് കൊടുക്കും. നിങ്ങൾ വണ്ടി വാങ്ങാൻ വരുമ്പോൾ തന്നെ വണ്ടിക്കകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമുക്കിവിടെ 4 മെക്കാനിക്കും അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് സൗകര്യം. മോഡിഫിക്കേഷൻ അല്ല, വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട്, ടയർ മോശം, ബ്രേക്ക് കുറവ്, മിറർ, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യും. ഓയിൽ ചേഞ്ചും ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. അടുത്ത സർവീസ് ചെയ്താൽ മതി. അടുത്ത നെക്സ്റ്റ് സർവീസ് ചെയ്താൽ മതി. ഇതിന്റെ വില വരുന്നത് 65,000 രൂപ. നല്ല വണ്ടിയാണ്. നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. 10 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്ത വീണ്ടും എൻഡോർക്ക്, അടുത്തത് 2021 തന്നെ ഈ സെയിം വിലയാണ്, 65 രൂപയാണ് വില. ഇതാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ 10 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. വണ്ടി നല്ല വണ്ടി തന്നെയാണ്, നീറ്റ് വണ്ടി തന്നെയാണ്, വേറൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത വീണ്ടും അടുത്ത 2023 മോഡല് റേസ് എഡിഷൻ, എൻഡോർക്ക് റേസ് എഡിഷൻ തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. ഇത് 2019 വണ്ടിയാണ്, നല്ല വൈറ്റ് വണ്ടിയാണ്. നമുക്കൊരു 43,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ചോദിക്കുന്നത് 43. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടി, വൈറ്റ് ആൻഡ് കളർ വണ്ടി. ഫിനാൻസ് കിട്ടും. 18 മുതലുള്ള വണ്ടികൾക്ക് ലോൺ കിട്ടും. ഫിനാൻസിന്റെ ഡോക്യുമെന്റ്, ആധാറും പാനും എല്ലാം ഉണ്ട്. എല്ലാം വേറെ ഒന്നും വേണ്ടല്ലോ. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, ഫോട്ടോ, അതാണ് നമുക്ക്. നമ്പറും വേണം, OTP വരുമല്ലോ രണ്ടു കൂട്ടർക്കും. അതെ. ഓക്കെ, അടുത്ത TVSന്റെ ജൂപ്പിറ്റർ, അത് 2019 മോഡലാണ്. ഏകദേശം 50,000 രൂപയാണ് വില വരുന്നത്. നല്ല വണ്ടിയാണ്. 50,000 രൂപ ജൂപ്പിറ്റർ ഇരിക്കുന്നുണ്ട്. ഇതാണ് 2022 വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടി. ഇതാണെങ്കിൽ നമുക്കൊരു 65 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ജൂപ്പിറ്റർ 10,000 രൂപ, 15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും. അതാണെങ്കിലും അടുത്തത് യമഹയുടെ ആൽഫയാണ്, 2019 മോഡൽ ആൽഫയാണ്. ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 38,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 38,000 രൂപയ്ക്ക് കൊടുക്കാം. ഫാസിനോ 2017 മോഡൽ ഫാസിനോയാണ്. നമുക്കൊരു 33,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 2017 മോഡൽ വണ്ടിയാണ്. ഇതാകുമ്പോൾ ഈ വണ്ടിയാണെങ്കിൽ 4th ഓണർഷിപ്പാണ്, 4ാമത്തെ ഓണർഷിപ്പാണ്. അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ വില നമുക്കൊരു 32,000 രൂപയ്ക്ക് വില കുറച്ച് കൊടുക്കാം. അതെ. അടുത്ത റേ ആണ് 2019 മോഡലാണ്. റേസ് ഡാർ, ഡിസ്ക് ബ്രേക്കും ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 2019 വണ്ടിയാണ്. 38,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2017 വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം ഒരു 33,000 രൂപയ്ക്ക് നമുക്ക് ഈ റേസ് കൊടുക്കാൻ പറ്റും. റേസിന്റെ പ്രത്യേകത വണ്ടിക്ക് വെയിറ്റ് കുറവാ. ലേഡീസിനൊക്കെ ഓടിക്കാനുള്ള, കൈകാര്യം ചെയ്യാനും ഓടിക്കാനും നല്ലതാണ്. പറപ്പിക്കണല്ല, ലേഡീസിന് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അതെ. ഫസീനോയാണ്. നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 35,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. വണ്ടി നല്ല വണ്ടിയാണ്. വന്ന് ഓടിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കാം. നല്ല കളറും കാര്യങ്ങളും എല്ലാം നല്ലതാണ്. 2016 മോഡലാണ്. 2016 മോഡലാണ്. നമുക്കൊരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. 27 രൂപയ്ക്കും കൊടുക്കാൻ പറ്റും. നല്ല ക്ലീൻ വണ്ടിയാണ്. 27,000 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2017 മോഡൽ വണ്ടി ആൽഫയാണ്. ഏകദേശം നമുക്കൊരു 33,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, അത്യാവശ്യം നല്ലതാണ്. ഇതിനകത്ത് സീറ്റ് കവർ അപ്പോൾസ്റ്ററി ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യും. പിന്നെ കുറച്ച് സർവീസ് വർക്കും കൂടി ഉണ്ട്, അതെല്ലാം ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. 2014 മോഡൽ പ്ലഷറാണ്. ഏകദേശം 25,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി സ്കൂട്ടി പെപ്പ് ഉണ്ട്. 2013 മോഡൽ സ്കൂട്ടി പെപ്പാണ്. ഏകദേശം നമുക്കൊരു 22,000 രൂപ, വെറും 22,000 രൂപയ്ക്ക് ഈ സ്കൂട്ടി പെപ്പ് കൊടുക്കാൻ പറ്റും. വണ്ടി നല്ല വണ്ടി തന്നെയാണ്, കണ്ടീഷൻ വണ്ടിയാണ്. ഇനി നമുക്ക് കുറച്ച് സ്കൂട്ടറും കൂടെ ഉണ്ട്, അങ്ങോട്ട് പോവാം. അപ്പൊ വീണ്ടും സ്കൂട്ടർ ആക്ടിവയുടെ 125 എന്ന് പറഞ്ഞ മോഡലാണ്. നല്ല വണ്ടിയാണ്. ഡിജിറ്റൽ മീറ്റർ, പിന്നെ അലോയ് വീല്, ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള മോഡൽ, ഏറ്റവും കൂടിയ മോഡലാണ് ആക്ടിവ. 2024 മോഡൽ വണ്ടിയാണ്. 24 മോഡൽ വണ്ടിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കീലെസ് ആണ്. 42,915 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കണേ.
നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു 78,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2024 മോഡൽ വണ്ടി. 78,000 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2022 വണ്ടിയുണ്ട് നമുക്ക്. ഡിലക്സ് ആണ്, ഡിയോ ഡിലക്സ് ആണ്. ഡിയോ കുറെ വണ്ടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ വണ്ടിയാണെങ്കിൽ 2024 വണ്ടിയാണ്. ഇത് നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 78,000 ഏകദേശം നമുക്കൊരു 15-20 ഒക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും. അടുത്ത 2023 മോഡൽ വണ്ടിയാണ്. 68,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഒരു 15 രൂപ അടച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വീണ്ടും 2022 മോഡൽ വണ്ടി ഇരിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപ അടച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാണ്ട്, കുറഞ്ഞ വണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യം വന്നപ്പോൾ. ഒരു കുറഞ്ഞ വണ്ടി വന്നിട്ടുണ്ട്, വെറും 15,000 രൂപ ഡൗൺ പേയ്മെന്റ് അല്ല. ആര് സ്കിപ്പ് ചെയ്ത് പോകണ്ട, 15,000 ഒരു വണ്ടി ഉണ്ട്. അപ്പൊ ആര് സ്കിപ്പ് ചെയ്യരുത്, വണ്ടി കാണിക്കുന്നതായിരിക്കും. അടുത്ത വണ്ടിയിലേക്ക് നോക്കുക. അടുത്ത 2024 മോഡലാണ്, ഡിയോ തന്നെ. ഇതാണെങ്കിലും നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 75,000. അടുത്ത 2023 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു 70,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി 68 കൊടുക്കാൻ പറ്റും. 68 കൊടുക്കാം. അതെ. അടുത്ത 2017 മോഡൽ ആക്റ്റീവയാണ്. 38,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 125 അല്ലേ? ആക്റ്റീവയുടെ 125 ആണ്. നല്ല വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ ഹീറോയുടെ സൂം എന്ന് പറഞ്ഞ മോഡലാണ്. 2023 സൂമാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 55,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വെറും 55,000 രൂപ. ഇങ്ങോട്ട് വരുമ്പോൾ ഇനിയുള്ളത് മൈലേജ് വണ്ടികളുടെ മൈലേജ് ചാമ്പ്യൻസ് ആണ്. CT 100. അതെ, CT 100 ആണ്. 2017 മോഡൽ CT 100 ആണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി, നല്ല നീറ്റ് വണ്ടി, നല്ല മൈലേജ് കിട്ടും. ഏകദേശം 70 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇതാകുമ്പോൾ സെൽഫ് സ്റ്റാർട്ടർ ഇല്ലാത്ത മോഡലാണ്. ഈ വണ്ടിയാണെങ്കിൽ വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാം. 70 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി. അതെ, അത് നമുക്ക് ഡെലിവറി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല അടിപൊളി വണ്ടി തന്നെയാണ്. അടുത്തത് CT 125 ആണോ 110 ആണോ? 110X ആണ്. 2023 മോഡൽ വണ്ടിയാണ്. നല്ല വണ്ടി തന്നെയാണ്. നമുക്ക് ഏകദേശം 58,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 58,000. അടുത്ത വീണ്ടും CT 110. അത് 2023 വണ്ടി തന്നെയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി നല്ല നീറ്റാണ്. ടയർ മോശമാണ്, പുതിയ ടയർ ഇട്ട് കൊടുക്കും. പേരിട്ട് 60,000. അടുത്ത തിളങ്ങണ വണ്ടി പ്ലാറ്റിന 2021 മോഡൽ പ്ലാറ്റിനയാണ്. നല്ല വണ്ടിയാണ്. വെറും 45,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ 2023 മോഡൽ പ്ലാറ്റിനയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. അടുത്ത 2024 മോഡൽ പ്ലാറ്റിനയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില 2024 മോഡൽ പ്ലാറ്റിന വെറും 62,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ CT 110X ഇത് 2022 മോഡലാണ്. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. വണ്ടിയുടെ വില കൂടെ വരും മോനെ. ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഒരു ഇതുണ്ടല്ലേ, ഈ വണ്ടിക്ക് ചെറുതായിട്ടുള്ളൊരു ചളക്ക് പറ്റിയിട്ടുണ്ട്. എന്തോ മറിഞ്ഞു വീണിട്ടുള്ള ചളക്കാണ് ഈ വണ്ടി. അതുകൊണ്ട് നമുക്കൊരു 42,000 രൂപയ്ക്ക് 2022 മോഡല് CT 110X കൊടുക്കാം. വെറും 42,000 രൂപ. ഇതുണ്ടെന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു തടസ്സമില്ല. വണ്ടി നീറ്റ് തന്നെയാണ്. അപ്പൊ പെയിന്റ് പോകണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഉപയോഗിക്കാം. ഇനി അതല്ല ഇങ്ങനെ ഇരുന്നു ഓർത്ത് പ്രോബ്ലം ഒന്നുമില്ല. മൈലേജ് വണ്ടിയല്ലേ, അല്ലെങ്കിൽ മൊത്തത്തിൽ മാറ്റാൻ പറ്റും. നമുക്ക് വേറെ സാധനം കിട്ടും തോന്നുന്നു അല്ലേ? ഇല്ല, ടാങ്ക് പറഞ്ഞാൽ 4,000 രൂപ 5,000 സെറ്റ് ആക്കി കൊടുക്കാം. അടുത്തത് വരുന്നത് TVSന്റെ സ്പോർട്ടാണ്. TVS സ്പോർട്ടാണ്. സെൽഫ് സ്റ്റാർട്ടറൊക്കെ ഉള്ള നല്ല ക്ലീൻ വണ്ടി. 2023 വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഏകദേശം 22,000 കിലോമീറ്റർ ഓടിക്കണേ. വെറും 42,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 42,000 രൂപ. അത് റേഡിയോ ആണ്. 2024 മോഡല് TVSന്റെ തന്നെ റേഡിയോ എന്ന് പറഞ്ഞ മോഡലാണ്. നല്ല വണ്ടി. ഈ 2024 വെറും എത്ര ഓടിയിട്ടുണ്ടോ? 2024 നമുക്കൊന്ന് LED മീറ്റർ ആണ്. മീറ്റർ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഏകദേശം കാണിച്ച 27,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കണേ. എത്രയായിരുന്നു? 27,000 കിലോമീറ്റർ വണ്ടിയാണ്. സെൽഫൊന്നും കുഴപ്പമൊന്നുമില്ല. ലൈറ്റ് നീറ്റാണ്. എല്ലാം നല്ല വണ്ടി തന്നെയാണ്. ഏകദേശം നമുക്കൊരു 58,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2024 വണ്ടി കേട്ടോ. 58,000 രൂപയ്ക്ക് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് ഒക്കെ ഒരു 10 രൂപ അടച്ചാൽ മതിയാവും. വെറും 10,000. ബൈക്കിനൊക്കെ ഒരു 10 അടച്ചാൽ മതി. നമുക്ക് ഇറക്കാൻ പറ്റും ഓഫ് ചെയ്തേക്ക്. ഓക്കെ. അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് മൈലേജ് വണ്ടികളും മറ്റു വണ്ടികളും. പൾസർ 2021 മോഡൽ പൾസർ 150 ആണ്. ബ്ലൂ കളറാണ് വണ്ടി. നല്ല ഷോറൂം കണ്ടീഷനുള്ള ബ്ലൂ കളർ വണ്ടി. ബ്ലൂ കളർ 2 ABS കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഡ്യുവൽ ABS ബാക്കിൽ വരുമ്പോഴും ABS ചാനലുള്ള വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 62,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ V15 വിക്രാന്ത് എന്ന് പറഞ്ഞ V15
നമുക്കൊരു 22,000 രൂപയ്ക്ക് കൊടുക്കാം. 2016 വണ്ടിയാണ്, വെറും 22,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. NS200 2019 മോഡൽ വണ്ടിയാണ്. 2019 മോഡൽ വണ്ടി വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 15 രൂപ 20 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് എടുക്കാൻ പറ്റും. അടുത്ത 220 ഇത് 180 ഇത് 220 ആണ്. 2021 മോഡൽ വണ്ടി വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി നല്ലതാണ്, വന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കാം. അത് 180 180F എന്ന് പറഞ്ഞ മോഡലാണ്. പൾസർ 220യുടെ കിറ്റൊക്കെ ഉള്ള 180F കമ്പനി വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ വില വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 വണ്ടിയാണ്, 50,000 രൂപ കേട്ടോ. അടുത്ത് ഡ്രീം യുഗയാണ്. 2013 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം 20,000 രൂപയ്ക്ക് കൊടുക്കാം. ഫിനാൻസ് കിട്ടില്ല, വെറും 20,000 രൂപ നല്ല മൈലേജ് അടുത്ത ഹോണ്ട ഷൈൻ ആണ്. 2023 മോഡൽ വണ്ടി. ഇഷ്ടമാരുണ്ടല്ലോ, ഇതാകുമ്പോ 55,000 രൂപ വരുള്ളൂ. 2023 മോഡൽ വണ്ടി 55,000 രൂപ. അടുത്ത ഷൈൻ ആണെങ്കിൽ 2019 മോഡൽ വണ്ടിയാണ്. 2019 മോഡൽ വണ്ടി വെറും 45,000 രൂപ. അടുത്ത് 2018 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 43,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി, ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അടുത്ത 2016 മോഡൽ വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി, 34,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പക്ക കണ്ടീഷൻ വണ്ടി. സോറി 2024 മറ്റേ വണ്ടി കൊടുത്തല്ലേ, സോറി 2024 ഹോണ്ട ഷൈൻ ആണ്. ഈ ഹോണ്ട ഷൈൻ നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. ഈ വണ്ടി ആണെങ്കിലും ഏകദേശം 75,000 രൂപ വരും. ഏകദേശം ഒരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും. അടുത്ത സ്പ്ലെൻഡർ പ്ലസ് 1, 2, 3 ഇരിക്കുന്നുണ്ട്. സ്പ്ലെൻഡർ പ്ലസ് 2024 വണ്ടിയാണ്. 2024 ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഏകദേശം 72,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2024 ആണ്. 75,000 രൂപ, 72,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും 2024 വണ്ടിയാണ്. 72,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടികളാണ്. 15 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവും. പിന്നെ ഉറപ്പായിട്ടും മതി. 15 രൂപ മതിയാവും. അതേപോലെ തന്നെ ഗ്ലാമർ ഇത് 2017 മോഡൽ ഗ്ലാമറാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 38,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അത് നല്ല കാർബേറ്ററുള്ള വണ്ടി. പാഷനാണ്. 2017 മോഡൽ പാഷൻ പ്ലസ് ആണ്. 2017 മോഡൽ ഈ പാഷൻ പ്ലസ് ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം ഒരു 33,000 രൂപയ്ക്ക് നമുക്ക് ഈ പാഷൻ പ്ലസ് കൊടുക്കാം. 30,000. അതെ, ഇതാണെങ്കിൽ 2014 മോഡൽ പാഷൻ പ്ലസ് ആണ്. ഏകദേശം നമുക്കൊരു 27,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, ഇത് HF ആണോ CD ആണോ? ഇത് HF ഡീലക്സ് ആണ്. 2024 മോഡലാണ്. നല്ല ക്ലീൻ പീസ് വണ്ടി, കുഴപ്പങ്ങളൊന്നും കാര്യങ്ങളും. ഏകദേശം നമുക്കൊരു 64,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 64,000 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്ത യൂണിക്കോൺ ഇരിക്കണ്ടല്ലോ. യൂണിക്കോൺ 2018 യൂണിക്കോണാണ്. നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടി ആണെങ്കിലും 2018 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 58,000 രൂപയ്ക്ക് ഇറക്കാം. അവിടെ എന്താണ് പരിപാടി എടുക്കുന്നത്? ഇതാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ഏകദേശം 4 മെക്കാനിക് ഉണ്ട്. ഫുള്ള് വർക്കും കാര്യങ്ങളും എന്തെങ്കിലും ശിഷ്യനാണ്. ഇവനൊക്കെ ഞങ്ങളുടെ തന്നെ 3 വർഷമായിട്ടുള്ള മെക്കാനിക്കാണ് ഇത്. പിന്നെ മറ്റുള്ളവരെല്ലാവരും നല്ല ഓൾറെഡി നമുക്ക് വന്ന വണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് അതിന്റെ അകത്ത് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ കംപ്ലൈന്റുകൾ തീർത്ത്, ഇതിപ്പോ ആക്റ്റീവ ആയിരുന്നു, ആക്റ്റീവയുടെ ബോഡി ഷോക്ക് അബ്സർ കംപ്ലൈന്റ് അത് ക്ലിയർ ചെയ്യുന്നു. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എൻഡോർക്കാണെങ്കിൽ എൻഡോർക്കിന്റെ ഇന്നർ കവർ പൊട്ടിയതായിരുന്നു, അത് മാറ്റുന്നു. അങ്ങനെ കുറെ വർക്കുകൾ. ഇത് അപ്പാച്ച് എല്ലാം റെഡിയാക്കി. ടയർ മാറാനുണ്ടായിരുന്നു, ടയർ മാറുന്നു. ഈ അടുത്ത് ഇൻഡിക്കേറ്ററും കൂടെ വെച്ച് ബാക്കിയുള്ള വർക്കുകളും കഴിഞ്ഞ് ഇത് വണ്ടി കൊടുക്കാനുള്ള വണ്ടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിന്റെ ഷോക്ക് അബ്സർ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഷോക്ക് അബ്സറിന്റെ കംപ്ലൈന്റ് മാറ്റി. മിറർ വെക്കാനുണ്ടായിരുന്നു. 2 ഷോർട്ട് മിറർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ മിറർ വെച്ചു. ഇതിന്റെ ഇനി ഇൻഡിക്കേറ്റർ കൂടെ വെക്കാനുള്ളൂ. ഇൻഡിക്കേറ്റർ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വണ്ടി അതായത് നമ്മൾ എടുക്കുന്ന വണ്ടി ഇവിടെ വന്ന് എല്ലാം സെറ്റ് ആയതിനു ശേഷം അത് ഇപ്പുറത്തേക്ക് വെക്കോളൂ. ഡെലിവറി കാര്യങ്ങളും മറ്റേതും ചെയ്യുള്ളൂ. പിന്നെ അതുകൂടാതെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അതും ചെയ്തിട്ട് സെറ്റ് ആക്കി കൊടുത്തായിരിക്കും. ഇനിയിപ്പോ അപ്പുറത്ത് കുറച്ച് വണ്ടികളും കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് പോകാം. വരും. അപ്പൊ ഇലക്ട്രിക് വണ്ടി, ഇലക്ട്രിക് വണ്ടിയാണ്. ഇലക്ട്രിക് റിവോൾട്ട് എന്ന് പറഞ്ഞ മോഡലാണ്. 2023 വണ്ടിയാണ് റിവോൾട്ട്. ഈ വണ്ടി നല്ല വണ്ടി തന്നെയാണ്. IFC കയറ്റിക്കോ. FC വന്നിട്ട് അതും കാണിക്കാം. 23 മോഡൽ വണ്ടിക്ക് 23 മോഡൽ ഇലക്ട്രിക് വണ്ടിയാണ്. ഏകദേശം 120 കിലോമീറ്റർ മൈലേജ് കിട്ടും. 120 റേഞ്ച് 120 കിലോമീറ്റർ മൈലേജ് കിട്ടും. പക്ഷേ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ വണ്ടി ഏകദേശം ഒരു 30 കിലോമീറ്റർ വരുമ്പോ വരെ, അപ്പൊ 120 പോയി കഴിഞ്ഞാൽ ഏകദേശം 90 കിലോമീറ്റർ വരെയാണ് മൈലേജ് കിട്ടുള്ളൂ. മൈലേജ് നമുക്ക് റണ്ണിങ്ങിൽ 90 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ഓടിച്ചു നോക്കിയതാണ്, അതുകൊണ്ടാണ് വിവരം പറഞ്ഞത്. നമുക്ക് ഏകദേശം ഒരു 90 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് കിട്ടും. നല്ല വണ്ടി തന്നെയാണ്. വണ്ടിയുടെ വില വരുന്നത് വെറും 48,000 രൂപയ്ക്ക്. ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് കിട്ടില്ല. ഫിനാൻസ് ഇല്ല. വെറും 48,000 രൂപയ്ക്ക് നമുക്ക് ഈ റിവോൾട്ട് വണ്ടി കൊടുക്കാം. ഇതിന്റെ കണ്ടീഷൻ എങ്ങനെ? ഇതിപ്പോ വന്ന വണ്ടിയാണ് 2014 മോഡൽ 15
നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള FC ആണ്. വണ്ടി കണ്ടാൽ മനസ്സിലാവും 2014 വണ്ടിയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു അധികം റേറ്റ് ഒന്നും പറ്റില്ല. 28,000 രൂപയ്ക്ക് FC വെർഷൻ 2 എന്ന് പറഞ്ഞ മോഡൽ വണ്ടി. 28,000 രൂപ തിളങ്ങുന്ന FC ഉണ്ട്. നല്ല വണ്ടിയാണ്. എല്ലാ കണ്ടീഷനും കഴിഞ്ഞ് സെറ്റ് ആക്കി വന്നേക്കടെ. പോളിഷിംഗ് എല്ലാം കഴിഞ്ഞു, വാഷിംഗ് കഴിഞ്ഞല്ലേ? എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. ഇനി വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ നോക്കും. ഓക്കെ, ഉറപ്പായിട്ടും. അടുത്ത അവഞ്ചർ ക്രൂസ് ആണ്. 2017 മോഡൽ വണ്ടിയാണ് അവഞ്ചർ ക്രൂസ്. 17 മോഡൽ വണ്ടി വെറും 28,000 രൂപ കൊടുക്കാം. 28,000 രൂപയ്ക്ക് വെറും 28,000 രൂപ ചാരി കിടന്നു പോവാം. അതെ, ചാരി കിടന്നു പോവാം. മഴ നനയാതെ പോവാം. പണ്ടത്തെ 4 വീൽ വണ്ടിയിലൊക്കെ ഉണ്ടായ ആ ടൈപ്പ് വണ്ടിയല്ലേ? അതെ, രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടും 28 രൂപ ഉള്ളൂ. 2017 വണ്ടികളാണ് 28 രൂപ വരുള്ളൂ. 28 രൂപ. അടുത്തതാണെങ്കിൽ തണ്ടർബേഡ് ആണെങ്കിൽ 2015 വണ്ടിയാണ്. ഏകദേശം നമുക്ക് 65,000 രൂപ കൊടുക്കാം. 65,000 രൂപ. നല്ല ഉഗ്രം വണ്ടിയാണ്. നല്ല 61 ബി വണ്ടി 2019 നമ്പറിലുണ്ട്. വണ്ടി മോശമൊന്നുമല്ല, നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ബുള്ളറ്റിന്റേതായ ഫുൾ സെറ്റിംഗ്സ് കൊണ്ട് വണ്ടിക്ക് ഒരു അപാകതയില്ല. ഒന്നും നോക്കാനില്ല. ഓടിച്ചു നോക്കാൻ മാത്രം. V1S എന്ന് പറഞ്ഞ മോഡലാണ്. സിംഗിൾ V1S ആണ്. 2017 വണ്ടിയാണ്. ഏകദേശം നമുക്ക് ഒരു 50,000 രൂപ കൊടുക്കാം. ഒരു 50,000 രൂപയ്ക്ക് R15 വണ്ടികൾ ഇരിക്കുന്നുണ്ട്. അടുത്താണെങ്കിൽ R15 V3 ആണ്. 2017 മോഡൽ വണ്ടിയാണ്. 2019 മോഡൽ വണ്ടിയാണ്. കെൽസൺ CR 1791 നമ്പർ വണ്ടി. നമുക്ക് ഏകദേശം 85,000 രൂപ കൊടുക്കാം. 85 രൂപ കൊടുക്കാം. 85,000 രൂപയിൽ എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഏകദേശം 20 മതിയാവും. 20,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്ത RC ഇരിക്കുന്നുണ്ട്. 200 അല്ലേ? RC 200 അല്ല, RC 125 ആണ്. 2023 വണ്ടിയാണ്. വണ്ടിയുടെ വില വരുന്നത് ഏകദേശം 1,20,000 രൂപ വില വരുള്ളൂ. ഏകദേശം ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് RC 125 എടുക്കാൻ പറ്റും. 2023 വണ്ടിയാണ്. നല്ല വണ്ടി. അടുത്ത P150 2023 P150 ആണ്. ABS വരുന്നത്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഏകദേശം ഒരു 20 രൂപ ഡൗൺ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. വണ്ടിയുടെ വില വരുന്നത് 75,000 രൂപ. 2022 വണ്ടിയാണ്. 2022 ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം 65,000 രൂപ കൊടുക്കാം. 65,000 ഏകദേശം ഒരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ 10 അടച്ചാലും നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഡൗൺ പേയ്മെന്റ് അല്ല, റെഡി ക്യാഷ് 15,000 രൂപ ഇറക്കാൻ പറ്റിയ വണ്ടിയല്ലേ? റെഡി ക്യാഷ് 15,000 പുതുപുത്തൻ ടയർ ഉണ്ട്. വണ്ടി ഇപ്പൊ വന്നുള്ളൂ. സർവീസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി നല്ല വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൽഫ് എല്ലാം ഓക്കെയാണ്. അതെ, വെറും 15,000 രൂപ കൊടുക്കാം. കൊടുക്കാം. സർവീസ് ഒക്കെ ചെയ്ത് 15,000 രൂപ കൊടുക്കാം. ഈ കണ്ടീഷനിലല്ല, വണ്ടി ഒന്ന് സർവീസ് ഒക്കെ ചെയ്ത് സർവീസ് കുട്ടപ്പനൊക്കെ ഇട്ട് തരുള്ളൂ. വണ്ടി നല്ല വണ്ടി. 2013. അതെ, വെറും 15,000 രൂപയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് ഉള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. വണ്ടി പോകാൻ സാധ്യത ഏറെയാണ്. അതെ. അപ്പൊ വേറെ വണ്ടി അകത്ത് ഏതൊക്കെ ഇരിക്കുന്നുണ്ട്? വേറെ ബുള്ളറ്റുകൾ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ബുള്ളറ്റ് ഏതൊക്കെ ഇരിക്കുന്നുണ്ട്? ബുള്ളറ്റ് 2021 മോഡൽ വണ്ടി. പിന്നെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് സെൽഫ് സ്റ്റാർട്ടർ വണ്ടിയാണ്. സെൽഫ് സ്റ്റാർട്ടർ ഉള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 2021 മോഡലാണ്. വണ്ടി നല്ല വണ്ടിയാണ്. നീറ്റ് വണ്ടി തന്നെയാണ്. വണ്ടി വന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്. അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ വെറും 1,35 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് അവിടെ ഇരിക്കണേ. നമുക്ക് ഫിനാൻസ് IDFC ബാങ്കിന്റെ സ്റ്റാഫുകളാണ് ഇരിക്കണേ. അവന്റെ മുഖം കാണിക്കാൻ പറ്റൂല. അത് കാരണം എന്തോ ചിരിച്ച് മുഖം മറക്കുന്നു. അവന് മുഖം കാണിക്കാൻ താല്പര്യം. പക്ഷെ ഇവൻ കുഴപ്പമില്ല. ഇവൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫിനാൻസിന്റെ വണ്ടി എടുക്കാൻ വന്നാന്ന് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞാൽ സ്മാർട്ട് പയ്യനുണ്ടോ, ആധാറും പാൻ കാർഡ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ കാര്യങ്ങൾ പറഞ്ഞാതിരുന്നാൽ മതി. അതെ, അടുത്ത് 2020 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടി നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് വെറും 1,35,000 രൂപ കൊടുക്കാം. വണ്ടി നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി. 1,35,000 30 രൂപ ഡൗൺ പേയ്മെന്റ് വരുമോ? 30 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. അടുത്ത് 2016 മോഡല് ബുള്ളറ്റിന്റെ സ്റ്റാൻഡേർഡ് 500 ആണ്. സ്റ്റാൻഡേർഡ് 500 ആണ്. നല്ല പക്ക കണ്ടീഷൻ വണ്ടി. ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. എന്തുള്ളിക്ക് കൊടുക്കാം? ഏകദേശം 75,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2016 മോഡൽ ഫിനാൻസ് കിട്ടുന്നില്ല. റെഡി ക്യാഷ് 75,000 രൂപയ്ക്ക് വണ്ടി ഇരിക്കുന്നുണ്ട്. 500 ആണ്. അടുത്ത് സ്റ്റാൻഡേർഡ് 350 ബുള്ളറ്റ് ക്ലാസിക് ആണ്. ക്ലാസിക് ആണെങ്കിൽ ഇതിന്റെ സീറ്റ് സിംഗിൾ സീറ്റ് തന്നെയാണ്. അപ്പോൾ റെഡ് കളറാണ്. നല്ല വണ്ടി. വണ്ടി നല്ല ഉഗ്രം വണ്ടി തന്നെയാണ്. സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള. എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഏകദേശം എത്രയാണ്? 50,000 കിലോമീറ്റർ. മീറ്ററിലായിട്ട് നമ്മൾ നോക്കണ്ട. മീറ്റർ കറക്റ്റ് ആവാൻ വഴിയില്ല. കാരണം പഴയ വണ്ടി ആകുമ്പോൾ മീറ്റർ കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ഒരിക്കലും മീറ്റർ കറക്റ്റ് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ 48 കാണിക്കണേ. അപ്പോൾ ഈ വണ്ടി ആണെങ്കിലും വണ്ടിയുടെ വില വരുന്നത് ഏകദേശം നമുക്ക് 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 മോഡല്
പിന്നെ ബുള്ളറ്റ് ക്ലാസിക് 17 ചിലപ്പോൾ ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫിനാൻസ് കിട്ടും 10 രൂപ പിന്നെ അടുത്തതാണെങ്കിൽ 2016 മോഡല് പിന്നെ സ്റ്റാൻഡേർഡ് 500 ആണ്. സ്റ്റാൻഡേർഡ് 500 നല്ല ക്ലീൻ വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടിയാണ്. വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 68,000 രൂപയ്ക്ക് സ്റ്റാൻഡേർഡ് 500 സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്ലീൻ വണ്ടി കൊടുക്കും. 67,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് കൂടാതെ ഇനി വണ്ടികൾ വരാനുണ്ടോ? ഇനിയും പിന്നെ കുറെ വണ്ടികൾ വരാനുണ്ട്. ഇപ്പൊ വണ്ടികൾ കുറവാണ്. അത് കൂടാതെ വേറെ കാര്യമാണ്, നമ്മൾ വേറൊരു ഷോറൂം ഓടിയുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ പറഞ്ഞു. അത് നമ്മുടെ വൈറ്റിലയിൽ കുറച്ച് വണ്ടികളൊക്കെ വെച്ചിട്ട് കുറച്ച്, അതിന്റെ പേര് M17 ഹബ്ബ്, അതായത് മോട്ടോ ഹബ്ബ്, M17 മോട്ടോ ഹബ്ബ് ആണ് വൈറ്റിലല്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആജാസിന്റെ വീഡിയോയിൽ ഉടൻ തന്നെ ഉണ്ടാവും. നമ്മളവിടെ ഒരു ചെറിയൊരു സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ഒരു മേഖല എന്നുള്ളവർക്ക് ഇത്രയും ദൂരം വരണ്ടല്ലോ. അപ്പൊ അത് കാരണം അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവരും സഹകരിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട്, ആജാസിന്റെ വീഡിയോ കണ്ടിട്ട് കുറെ അധികം പേര് വരുന്നുണ്ട്, വണ്ടി എടുക്കുന്നുണ്ട്. വരുന്നവർക്കും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയ്ക്ക് അത് ചെറിയ മിസ്റ്റേക്കുകളും തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അതെല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പൊ വീഡിയോ കണ്ടുവരുന്നവർ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകം വരികയാണെങ്കിൽ ആശ്രയിക്കുക. ഈ വിലക്കന്നെ വരുന്നതായിരിക്കും. ചില അഡ്ജസ്റ്റ്മെന്റ് ഉറപ്പായിട്ട് മേക്കൊക്കെ എന്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ വന്നൊരു മൈ കൊടുത്തേക്ക്.